ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ ഒരു ചെറിയൊരു ഹോം ടൂറാണ്. ഞാൻ താമസിക്കുന്നത് നഷാർ ഒരു നല്ലൊരു പ്ലേസാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഫ്രം ദി ഫ്രണ്ട് യാർഡ്. അവിടെ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. ആൻഡ് when we enter inside, we have a small area where we keep our shoe rack and ഒരു small glass mirror ഉണ്ട്. So when we get ready we can come and check our outfits look from here. And നമ്മൾ ഷൂ ഒക്കെ എടുത്തു വെക്കുന്ന ഒരു റാക്ക് on the other side. And when we get inside ഫ്രം ഹിയർ നമ്മൾ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുന്നത് ലിവിങ് സ്പേസിലോട്ടാണ്. ഈ ഹൗസിൻ്റെ ഇപ്പോൾ ടോട്ടൽ ഒരു കോസ്റ്റ് ഞങ്ങൾക്ക് റെൻറ്റ് വരുന്നത് €1,100 ആണ്, നോട്ട് ഇൻക്ലൂഡിങ് ദി ബിൽസ് ആൻഡ് അതർ തിങ്സ്. ബില്ല് വാട്ടർ, ഇലക്ട്രിസിറ്റി അങ്ങനത്തെ ബിൽസൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആണ് പേ ചെയ്യുന്നത്. സോ വി ഹാവ് എ കീ ഹോൾഡർ ദെയർ, നമ്മൾ കീസൊക്കെ ഇതാക്കിയിടുന്നത്. എന്നിട്ട് ഞങ്ങൾക്കൊരു ഇൻ്റർകോം ഉണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ആസ് എ ഗ്രൗണ്ട് ഫ്ലോർ വി ഡോണ്ട് വാണ്ട് ഇറ്റ്. ആൻഡ് there is a space with a mirror again. ഈ വീട്ടിൽ കുറേ മിറേഴ്സ് ഉണ്ട്. പിന്നെ സം ഡെക്കറേറ്റീവ് ഐറ്റംസ് ദാറ്റ് വി കീപ് there on the table. ആൻഡ് പിന്നെ നമ്മൾ പോകുന്നത് ഒരു കബോർഡ് ഏരിയാസ് ആണ്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ആൻഡ് സം ഫോട്ടോ ഫ്രെയിംസ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കബോർഡ് സ്പേസ്. ഇതൊക്കെ നമുക്ക് വീട് തരുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ബട്ട് ദ ഡെക്കറേറ്റീവ് ഐറ്റംസ് സം തിങ്സ് ദറ്റ് വി ബോട്ട് ഇറ്റ് ഫ്രം സം പ്ലേസസ് ആൻഡ് വി ഗെറ്റ് ഇറ്റ്സ് നമുക്ക് കിട്ടിയതും അങ്ങനെ കുറച്ചായിട്ടുള്ളത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേഷ്യസ് ആണ്. അതുമല്ല ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ ചൂടൊന്നും ഫീൽ ചെയ്യില്ല ഇൻ സമ്മർ. സോ എല്ലാത്തിനും കൺവീനിയൻ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട്. സോ വി ലൈക്ക് ഗ്രൗണ്ട് ഫ്ലോർ അതുകൊണ്ട്. ബട്ട് ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റോഡ് സൈഡിലോട്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഡോർസ് പെട്ടെന്ന് അങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റില്ല, ഫുൾ പൊടിയൊക്കെ അടിച്ച് വീട്ടിലോട്ട് കയറും. സോ ബാൽക്കണി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഐ മിസ് ബാൽക്കണി. ഐ ലൈക്ക് പ്ലാന്റിങ്, സോ ഐ മിസ് ബാൽക്കണിയിൽ ആ വ്യൂ അതൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ. പിന്നെ ഈ വീട്ടിൽ 2 ബെഡ്റൂംസാണുള്ളത്. ഒരു മാസ്റ്റർ ബെഡ്റൂമും പിന്നെ ഒരു ബെഡ്റൂം വിത്ത് 2 സിംഗിൾ ബെഡ്സ് ആയിട്ടാണ് ഉള്ളത്. മാസ്റ്റർ ബെഡ്റൂം ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ ഈ വാളിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഹാങ്ങിങ്സ്, വാൾ പെയിൻറ്റിങ്സ്, പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു പ്ലാന്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡോർ പ്ലാന്റ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിനകത്ത് കബോർഡ്സ് വരുന്നുണ്ട്, പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ബാത്റൂം ഞങ്ങൾക്ക് ഈ വീട്ടിൽ ആകെ ഒരു ബാത്റൂമേ ഉള്ളൂ, അത് നിയർ ടു ദി ലിവിങ് ഏരിയയിലാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള കുറച്ച് വ്യൂസൊക്കെ കാണാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വിത്ത് 1 കബോർഡ്, പിന്നെ ഒരു ചെറിയ കബോർഡ് വിത്ത് എ മിറർ. പിന്നെ ഇതിൽ 2 റൂമിലും നല്ല എല്ലാ മെയിൻ ബെഡ്റൂം, ലിവിങ് സ്പേസ്. ഈവൻ ഇൻ ദ അതർ ബെഡ്റൂം വി ഹാവ് എ സി എല്ലാം നമുക്കുണ്ട് എല്ലാ ബെഡ്റൂമിനും. പിന്നെ ഇതൊരു ചെറിയ കബോർഡ് ആൻഡ് ഹാങ്ങിങ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ വീട് നമ്മൾ റെൻറ്റിന് എടുക്കുന്ന സമയത്ത് തന്നെ ഈ കബോർഡ്സ്, ഈ കബോർഡ്സ് ആൻഡ് ദ ഫ്ലോർ മാറ്റ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം വിത്ത് 2 സിംഗിൾ ബെഡ്സ്. ഈ റൂമിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ അപ്പുറത്തെ റൂമിലെ പോലെ ഒരു കബോർഡ് വിത്ത് എ മിറർ, എ ഡ്രസ്സിങ് ടേബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളെ ലിവിങ് സ്പേസ് വിത്ത് a sofa, and there is some hangings, some decorative items, and we have a small fish tank. ഞങ്ങൾ തന്നെ റെഡിയാക്കി. ആൻഡ് ഇങ്ങനത്തെ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഗീവ്സ് എ പോസിറ്റീവ് എനർജി ടു അവർ ഹോം.
ആൻഡ് ഇതൊക്കെ കുറച്ച് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ലൈക്ക് നമ്മുടെ കിച്ചണും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. വി ഹാവ് എ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർസ് ആൻഡ് ഓൺ ദി അതർ സൈഡ് വി ഹാവ് ദി ടോയ്ലറ്റ് വിത്ത് ബാത്ത് ടബ്. പിന്നെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ നമുക്കൊരു കബോർഡ്സ് ഉണ്ട് അവൈലബിൾ വെർ വി ക്യാൻ കീപ്പ് അവർ ടവൽസ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ദിസ് ഈസ് ദി എ സ്മോൾ സ്പേസ് ഫോർ ദി ലോണ്ട്രി ലൈക്ക് വാഷിംഗ് ഫോർ ദി ടംബിൾ ഡ്രയർ എവറിത്തിങ് വി കീപ്പ് ഇൻസൈഡ് ദ. പിന്നെ ഇതാണ് കിച്ചൺ സ്പേസ്. നമുക്ക് ഒരു വാഷ് ബേസിൻ, പിന്നെ കുറച്ച് കബോർഡ്സ്, പിന്നെ കിച്ചൺ ലൈക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന കുക്കിംഗ് വെയർ ആൻഡ് വി ഹാവ് എ ഫ്രിഡ്ജ് ദെയർ. പിന്നെ I hope you all enjoyed this video. Thank you.